നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും അതുപോലെ തന്നെ അധികം ചിലവൊന്നുമില്ലാത്തൊരു പുഡിംഗ് ആട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിത് തിളപ്പിക്കാൻ വെക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല കട്ടിയുള്ള പാൽ തന്നെ നോക്കിയെടുക്കാം കേട്ടോ, അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് പാൽപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒത്തിരി കുഞ്ഞ് പാക്കറ്റില്ലേ, അപ്പോൾ അത്രയുള്ള പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അത് കാണിക്കുന്ന സമയത്തേക്ക് പാല് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തിളച്ച് പോയിരുന്നേ, പെട്ടെന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ചൂടാക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിളപ്പിച്ചിട്ട് ആ ഒരു നല്ലൊരു പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു കട്ടിയും ടേസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി നമ്മളതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ വേറൊരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ കേട്ടോ. ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവേണ്ട കേട്ടോ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അതൊരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ആ ഒരു പഞ്ചസാര എല്ലാം കൂടെ കട്ട പിടിച്ച് ഭയങ്കര ഒരു ഇതായിരിക്കും കേട്ടോ. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. ആ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി പാലിലേക്ക് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനി ഇതാ ഞാൻ വേറൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ കുതിർത്തതിന് ശേഷം നമ്മളൊന്നിങ്ങനെ തിളപ്പിച്ചിട്ട് ആ ചൈന ഗ്രാസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ചൈന ഗ്രാസ് ഒക്കെ ഉരുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നിങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന പാല് നല്ലൊരു പിങ്ക് കളറായിട്ടുണ്ട്, കാരമലൈസ് ആയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചൈന ഗ്രാസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ആ ഒരു പാല് നേരത്തെ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ചൂടാറിപ്പോയതാണെങ്കിൽ അത് കുറച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകും. രണ്ടും ഏകദേശം ഒരേ ചൂടാകുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ട്രേയിലേക്കൊന്നിങ്ങനെ അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചൈന ഗ്രാസിൽ ആ പാലിൻ്റെ പൊടി ഏലക്കായുടെ പൊടിയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്നിങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ റാപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ മേലെ ഗാർണിഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർത്തത്. അപ്പോൾ ഞാൻ 2-3 ആൽമണ്ട് എടുത്തിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയൊക്കെ കുത്തുന്നതില്ലേ, അതിൽ കൂടെ ഒന്നിങ്ങനെ ചെറുതായിട്ട് ചതച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ മേലെ ഒന്നിങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിലക്കടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അതങ്ങനെ കടിക്കുന്ന സമയത്തും. അപ്പോൾ എൻ്റെ കയ്യിൽ നിലക്കടല ഇല്ലായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ ഈ ആൽമണ്ട് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ കവർ ചെയ്തതിന് ശേഷം ഒരു 4-5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളെ കാരമലൈസ്ഡ് പുഡിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനൊക്കെ, നല്ലൊരു കളറൊക്കെ ആയിട്ടുണ്ട്, ഒരു ലൈറ്റ് പിങ്ക് കളറ്. നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് പായസമൊക്കെ ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഒരു കളറാണല്ലോ വരിക. അപ്പം നല്ല ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് തന്നെയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസും ഇല്ല, പാലും അതുപോലെ തന്നെ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ മാത്രമല്ലേ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഞാനിതപ്പോൾ ഒരു വൈറൽ റെസിപ്പി കണ്ടിട്ടൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. മധുരം ഇത്തിരി കുറവായിരുന്നു, അതുപോലെ തന്നെ ഇത്തിരി കട്ടി കൂടുതലായിട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.